മൈഗ്രേഷൻ ഒരു അനിമേഷൻ സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അനിമേഷൻ സിനിമയോട് പലർക്കും ഒരു പുച്ഛമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അനിമേഷൻ സിനിമ ഒക്കെ ലൈവ് ആക്ഷൻ സിനിമയൊക്കെ ആയാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമകളാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ പല സിനിമകളും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു പീസ് കാം എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ് മൈഗ്രേഷൻ. വളരെ തമാശകളും അഡ്വഞ്ചറും ഒക്കെ നിറഞ്ഞ ഒരു ഡക്ക് ഫാമിലി അല്ലെങ്കിൽ താറാവുകളുടെ ഒരു ഫാമിലിയുടെ സിനിമയാണ് ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ന്യൂ ഇംഗ്ലണ്ടിലെ ഏതോ ഒരു കാട്ടിലെ ഏതോ ഒരു കുളത്തിൻ്റെ സൈഡിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു താറാവിൻ്റെ ഫാമിലി. അവിടെ ഒരച്ഛൻ, ഒരമ്മ, 2 മക്കൾ, അതായത് മാക്, പാം, മക്കളായിട്ടുള്ള ഗ്വെൻ, ഡാക്സ്. അപ്പം ഇവർ ഭയങ്കര കാമായിട്ട് അവരുടെ ഒരു ഫാമിലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ആ ഒരു സമയത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് വന്ന കുറേ ഡക്കുകളെ അവർ കാണുന്നു. അവർ ജമൈക്കയിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും വൈഫായിട്ടുള്ള പാമിന് എന്നാൽ പിന്നെ അവരുടെ കൂടെ എന്തുകൊണ്ട് പോയിക്കൂടാ എന്നൊരു ചിന്ത വരുന്നു. അത് മാക്കിനോട് പറയുന്നു. മാക്ക് പറയുന്നു, റിസ്കി ലൈഫൊന്നും എനിക്ക് പറ്റത്തില്ല, നമുക്കിവിടെ സേഫായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലതെന്ന് പറയുന്നു. അപ്പം നമുക്കറിയാവുന്നതാണ് സാധാ യൂഷ്വലി ഹ്യൂമൻ ലൈഫിലുള്ളതുപോലെ തന്നെ മാക്കിനടുത്ത് പാം പറയുന്നു, നമ്മൾ അഡ്വഞ്ചർ ചെയ്തേ പറ്റത്തുള്ളൂ, ഒരു അഡ്വഞ്ചർ ലൈഫ് നമുക്ക് ലൈഫിലുണ്ടെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ, നമുക്ക് വേൾഡ് കാണണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഈ ഒരു അങ്കിൾ ഡാൻ, അതായത് നമ്മളുടെ മാക്കിൻ്റെ അങ്കിളായിട്ടുള്ള ഒരു താറാവുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മാക്കിനൊക്കെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു തോന്നുന്നു വരുന്നു. ഇവരങ്ങനെ മൈഗ്രേഷന് പോവുകയാണ്, ജമൈക്കയിലേക്ക് മൈഗ്രേഷന് പോകുന്നു. അങ്ങനെ ഇവർ ഇങ്ങനെ അഡ്വഞ്ചേഴ്സുകളൊക്കെ നടത്തി അവിടെ നിന്നും ന്യൂയോർക്കിൽ വരുന്നു. ന്യൂയോർക്കിൻ്റെ വളരെ വലിയ സിറ്റിയിൽ വലിയ ബിൽഡിങ്ങുകളും കാറുകളും ഒക്കെ ഉള്ള ആ ഒരു സിറ്റിയിൽ വരുന്നു. അവിടെ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ, അതായത് രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ വെച്ചിട്ട് ഈ മാക് ആൻഡ് ഫാമിലി വേറൊരു പ്രാവിനെ കാണുന്നു, ചക്ക് എന്ന് പറയുന്നൊരു പ്രാവിനെ കാണുന്നു. അപ്പം ഈ പ്രാവുമായിട്ട് റേഷ്യോ ഒക്കെ ആദ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാം അതെല്ലാം സോൾവ് ചെയ്ത് വിടുന്നു. അപ്പോൾ പാം ചോദിക്കുന്നു, നമുക്ക് ഇതുപോലെ ജമൈക്കയിലേക്ക് പോകണം, നമ്മൾ വഴിതെറ്റി പോയിരിക്കുകയാണ്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സഹായിക്കാനുള്ള ആളുടെ അടുത്ത് പോകുന്നു. ആളാണ് ഡൊളോറസ് എന്നല്ലേ, അതെ, ഡൊളോറസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നു. ഡൊളോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊളോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഫ്രിക്കൻ തത്ത ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നമ്മൾ ഡൊളോറസിനെ കണ്ടുപിടിക്കുന്നു. ഡൊളോറസിനെ ഒരു കേജിനകത്താണ്, കൂട്ടിലിട്ട തത്തയാണ്. അപ്പം ഈ ഒരു തത്തയെ കൂട്ടിലിട്ടിരിക്കുന്നത് ഒരു ഈവിളായിട്ടുള്ള ഷെഫാണ്. ആ വില്ലൻ്റെ ഇൻട്രോ ആണ്, അങ്ങനെ വില്ലൻ്റെ ഇൻട്രോ ആണ്. ആ ഒരു വില്ലനെ കാണിക്കുന്നു. അപ്പം ഈ ഒരു ഇത് കാണുമ്പോൾ, അതായത് ഡൊളോറസ് അവിടെ ഇങ്ങനെ രക്ഷപ്പെടാതെ കിടക്കുന്നത് കാണുമ്പം പാമിനും ഫാമിലിക്കും ശരിയാവുന്നില്ല, പ്രത്യേകിച്ച് ഗൊന്നും ഡാക്സും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ഷെഫിൻ്റെ നിന്ന് താക്കോൽ അടിച്ച് മാറ്റാനായിട്ട് ഇവർ പോകുന്നതും അങ്ങനെ കുറേ അടിപൊളി കോമഡി സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്നു. ഇവർ ആ ഒരു ഡൊളോറസിനെ അവിടെ രക്ഷിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, നമ്മൾ പോവുകയാണെങ്കിൽ ജമൈക്കയിലേക്ക് നേരെ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു വില്ലൻ്റെ ആ ഒരു ഇൻട്രോ അങ്ങോട്ട് കഴിയുന്നു. ഇവർ അബദ്ധവശാൽ ചെന്നെത്തുന്നത് ഈ ഒരു ഷെഫ് താറാവുകളെ, അതായത് മീറ്റിനോട് താറാവുകളെ എത്തുന്ന ഫാമിലാണ്. അവിടെ വെച്ച് വീണ്ടും ഈ ഒരു ഷെഫിനെ കാണുന്നു. അവിടെ വെച്ച് ചെറിയൊരു സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നു. അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ ഷെഫ് ഈവിളായിട്ടുള്ള ഷെഫാണ്. ഷെഫ് ഒന്നും നോക്കിയില്ല, ഒരു ഹെലികോപ്റ്ററൊക്കെ എടുത്ത് രാത്രി ലൈറ്റൊക്കെ ഇട്ട് വരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, അതായത് ആ ഒരു ചെറിയൊരു വിഷയം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ മാക്കും അതേപോലെ തന്നെ ഡാക്സും തമ്മിൽ ചെറിയൊരു ഉരസൽ, അച്ഛൻ മകൻ ഉരസൽ ഉണ്ടാകുന്നു. അങ്ങനെ മാക്കും ഗൊന്നും എല്ലാവരും ഇങ്ങനെ വിഷയമായിട്ടിരിക്കുന്ന സമയത്ത് ആണ് ഈ നമ്മുടെ ഈവിളായിട്ടുള്ള ആ ഒരു ഷെഫ് വരുന്നതും നമ്മളുടെ മാക്കിനെയും പാമിനെയും ബാക്കി എൻ്റയർ ഡൊളോറസിനെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതിനകത്ത് ആകെ രക്ഷപ്പെടുന്നത് നമ്മളുടെ ഗൊന്നും അതേപോലെ ഡാക്സുമാണ്. അങ്ങനെ അവർ രക്ഷപ്പെടുന്നു. അങ്ങനെ ഇവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോകുന്നു. ഇവരെങ്ങനെയൊക്കെയോ അവിടെ ഒരു സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഷെഫിൽ നിന്ന് രക്ഷപ്പെടുന്നതും ആ ഒരു സമയത്ത് ഗന്നും ഡാക്സും എങ്ങനെ അതിൽ ഇടപെടുന്നു. അങ്ങനെ ഒരു നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നമ്മളെ ഭയങ്കര എഡ്ജ് ഓഫ് ദ സീനിൽ എത്തിക്കാൻ പറ്റുന്ന ആ ഒരു കുറേ സീനുകളുള്ള ഒരു അടിപൊളി സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അവിടുന്ന് അവർ രക്ഷപ്പെടുന്നു. അങ്ങനെ നേരെ അവർ ജമൈക്കയിൽ ചെല്ലുന്നു. ജമൈക്കയിൽ നിന്നിട്ട് അവരവിടെ ജമൈക്ക ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ പോകുന്ന ഇതിൽ ഗ്വെൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും ചെറിയ കുട്ടിയാണല്ലോ ഗ്വെൻ എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആ ഒരു എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റി നടക്കുന്ന, ആരെന്ത് പറഞ്ഞാലേ ആരെ കൊണ്ട് എന്ന് സാധിപ്പിക്കാൻ കഴിവുള്ള ആ ഒരു ഗ്വെൻ ഭയങ്കര ആ ഒരു വോയിസ് ഓവർ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ഭയങ്കര ഇതാണ്. കാരണം
അത്രയും നമ്മളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലാണ് ഗുരു എന്നുള്ള ക്യാരക്ടറിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ഒരു അനിമേഷൻ ആണെങ്കിലും ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഭയങ്കര രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന 1.25 മണിക്കൂറാണ് ഈ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്ന സിനിമ. ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് സിനിമ. ഇത് തിയേറ്റർ റിലീസായിരുന്നു, പക്ഷേ ഇവിടെ എങ്ങും തിയേറ്ററുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. OTT വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്. പക്ഷേ നല്ലൊരു സിനിമ, ഭയങ്കര നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഒരു സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ തമാശകൾ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് മൈഗ്രേഷൻ.